എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഇന്ന് അക്ഷിത്രിയ ദിനത്തിൽ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ വേണ്ടി മിറ്റമെല്ലാം അടിച്ച് തെളിച്ച് കോലം വരച്ചു. അറിയുന്ന പ്രകാരം കേട്ടോ. നമുക്കൊന്നും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കോലം അധികം വരച്ച് പഠിക്കില്ലല്ലോ. പറയുന്ന പോലെ പണ്ട് കാലത്തൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് ഓർമ്മയിലുള്ളതൊക്കെ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ഇങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രം. നക്ഷത്രിയയുടെ പൂജയുടെ ഒരുക്കങ്ങളാണ്. ഒരുക്കി വെച്ചിട്ടില്ല, ഒന്നൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇനി അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പൂജയ്ക്കുള്ളതൊക്കെ ഒരുക്കി പൂജയ്ക്കുള്ളതൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. അതേ പൂജയ്ക്കുള്ളതൊക്കെ ഒരുങ്ങി. ഇനി പൂജ കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. നിവേദ്യങ്ങൾ പാൽപ്പായസം, വെള്ള നിവേദ്യം, മഞ്ഞപ്പൊങ്കൽ, ഗണപതിക്ക് നേദ്യം, തൈര് സാദം, പിന്നെ ഉണക്കല്ലേരി, വെള്ളച്ചോറ്, ഇതൊക്കെ നേദ്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പറ, കാശിപ്പറ, നെൽപ്പറ എല്ലാം വെച്ചു. ഇനി പൂജ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടിയും കാണാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളേ ഈ മക്കളെ. അപ്പോൾ അടിച്ച് തെളിച്ചു. കോലൊക്കെ മാറ്റിയിട്ടു കേട്ടോ. കോലങ്ങളൊക്കെ മാറ്റിയിട്ടു. വീടിൻ്റെ കട്ടിളപ്പടിയുമൊക്കെ കണ്ടോ. മഞ്ഞളും കുങ്കുമൊക്കെ കട്ടിളപ്പടിയുമൊക്കെ മഞ്ഞൾ കുങ്കുമൊക്കെ ചേർത്തി മഹാലക്ഷ്മി വരവേൽക്കുകയാണ് വീട്ടിലേക്ക്. അമ്പലത്തിൻ്റെ കട്ടിളയുമൊക്കെ മഞ്ഞളും കുങ്കുമവും വെച്ചു. ഇപ്പോൾ ശ്രീകാന്തിയുടെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി വൈകിട്ട് ലക്ഷ്മി പൂജയുണ്ട്. ഇനി വൈകിട്ടുള്ള പൂജയാണ്, മഹാലക്ഷ്മി പൂജയാണ്. വൈകിട്ട് നമുക്ക് ഒരു നേദ്യമുണ്ട്. മാമ്പഴമാണ് കേട്ടോ. ഭഗവതിക്ക് മാമ്പഴം നിവേദിക്കുകയാണ്. മാമ്പഴം നിവേദിച്ചിട്ട് പിന്നെ താമ്പൂലം ഇതൊക്കെ നിവേദിക്കണം. ഈ നിവേദ്യം കഴിഞ്ഞിട്ട് പിന്നെ അർച്ചനയുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം ലക്ഷ്മി മന്ത്രാർച്ചനയുണ്ട്. ആ ലക്ഷ്മി മന്ത്രാർച്ചന കഴിഞ്ഞിട്ട് നിവേദ്യം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൽപ്പൂരാരതി കഴിക്കാം. അതിൽ മുപ്പാട് ഇത്തിരി ലക്ഷ്മി കീർത്തനങ്ങൾ ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് കൽപ്പൂരാരാധിയോട് കൂടി നമുക്ക് പൂജ അവസാനിപ്പിക്കാം. പീഠം ഇളക്കി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അക്ഷിത്രിയ ദിനത്തിലെ പൂജകളും പ്രാർത്ഥനകളൊക്കെ. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്കടിക്കൂ. എല്ലാവർക്കും അനുഗ്രഹം ബഹുദൂര കിട്ടട്ടെ. എല്ലാവരും കണ്ടവരെല്ലാം ലൈക്കടിക്കും. കണ്ടവരൊക്കെ ലൈക്കടിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യങ്ങളും പണസമ്മതമായ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവാൻ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവർക്കും അല്ലാത്തവർക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് അമർത്തിക്കോളൂ. അതേപോലെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ.